നിങ്ങൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലിട്ട് വേണം നാളെ ആ കമ്പനി പൂട്ടിപ്പോയാൽ തിരിച്ചു കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. അവിടെയാണ് ക്രിപ്റ്റോ വാലറ്റിൻ്റെ പ്രസക്തി. ഹലോ ഫ്രണ്ട്സ്, ബ്ലോക്ക് പൾസിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ ലോകത്തൊരു ചൊല്ലുണ്ട്, നോട്ട് യുവർ കീസ് നോട്ട് യുവർ ക്രിപ്റ്റോ. അതായത് താക്കോൽ നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ ക്രിപ്റ്റോ നിങ്ങളുടേതല്ല. സ്വന്തം കീശയിൽ പണം സൂക്ഷിക്കുന്നത് പോലെ ക്രിപ്റ്റോ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. നമ്മൾ എക്സ്ചേഞ്ചിൽ പണമിടുമ്പോൾ ആ പണം സൂക്ഷിക്കുന്നത് ആ കമ്പനി ആയിരിക്കും. പക്ഷേ നമ്മൾ വാലറ്റിൽ സൂക്ഷിക്കുമ്പോൾ ഇതൊരു പേഴ്സ് പോലെയാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾക്ക് മാത്രമായിരിക്കും. ഇതിൽ കൈകടത്താൻ എക്സ്ചേഞ്ചിനോ ഗവൺമെൻറ്റിനോ ഒരു അവകാശവുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീഡ് പേഴ്സാണ്. അതായത് നിങ്ങൾ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12 വാക്കുകൾ തരും. ഈ വാക്കുകളാണ് നിങ്ങളുടെ വാലറ്റിൻ്റെ താക്കോൽ. ഈ വാക്കുകൾ ആർക്കെങ്കിലും കിട്ടിയാൽ അവർക്ക് നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യാനും നിങ്ങളുടെ പണം പിൻവലിക്കാനും പറ്റും. ഇനി നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും ഈ 12 വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോണിൽ നിന്നും നിങ്ങളുടെ പണം പിൻവലിക്കാൻ പറ്റും. നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ എക്സ്ചേഞ്ച് തന്നെയാണ് നല്ലത്. പക്ഷേ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാലറ്റിലേക്ക് മാറിയിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്രിപ്റ്റോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബ്ലോക്ക് പൾസ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം.